ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ദഹനം അതിന് ഹെൽപ്പ് ചെയ്യുന്ന യോഗ ആസനങ്ങളെ കുറിച്ചാണ്. അതിനു മുമ്പായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന യോഗ ആസനങ്ങൾ എങ്ങനെയാണ് ഈ പ്രോപ്പർ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു വയറുവേദന വരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി നമ്മൾ ചെയ്യാൻ ആവശ്യപ്പെടുക ഒന്ന് ഫ്രണ്ടിലോട്ട് ഒന്ന് കുനിഞ്ഞ് നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് വലിയുന്ന ആ ഒരു രീതിയിലേക്കായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഫോർവേഡ്, എല്ലാ ഫോർവേഡ് ബെൻഡിങ്ങും ഈ ഒരു മസാജിങ് എഫക്റ്റ് ഈ പറയുന്ന അബ്ഡോമിനൽ ഓർഗൻസിലേക്ക് എത്തിക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ജെന്റൽ പ്രഷർ ഓരോ ഓർഗൻസിലേക്കും വരികയാണ്. അപ്പോൾ ഇവരുടെ ഫങ്ഷനിങ് ബെറ്റർ ആക്കും ഈ ഒരു ഫോർവേഡ് ബെൻഡിങ്ങിലൂടെ. അപ്പോൾ നമുക്കറിയാം, പ്രോപ്പറായിട്ട് ഡൈജഷൻ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഓരോ ഓർഗൻസും പ്രോപ്പറായിട്ടുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ് സെക്രേറ്റ് ആകണം. ഈ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നത് വഴി അവരെ പ്രോപ്പറായിട്ട് ഫങ്ഷനിങ്ങിലേക്ക് ഹെൽപ്പ് ചെയ്യും. കൂടാതെ നമ്മൾ ചെയ്യുന്ന ട്വിസ്റ്റിംഗ് പോസ്റ്റേഴ്സ് ഡീടോക്സിഫിക്കേഷൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ വല്ല കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഉള്ളതെന്ന് വിചാരിക്കോട്ടെ, ഡൗൺവേർഡ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ വേസ്റ്റ് എലിമിനേറ്റഡ് ആകുന്നില്ല. ഈ ട്വിസ്റ്റിംഗ് പോസ്റ്റേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇതിൻ്റെ കറക്റ്റ് ആൻഡ് ക്ലിയർ മൂവ്മെൻറ്റിലേക്കാണ്. അതോടൊപ്പം തന്നെ നമ്മളിരിക്കുന്ന വജ്രാസൻ പൊസിഷൻ ഉണ്ട്. ഈ ഒരു പൊസിഷനിൽ നമ്മളുടെ ലോവർ ബോഡിയിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ എല്ലാം ഒരു പരിധിവരെ കുറച്ച് മാക്സിമം ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ പാർട്ടിലേക്കാണ്. ആ ഭാഗത്തേക്ക് ഈ പ്രോപ്പർ ബ്ലഡ് സർക്കുലേഷൻ എത്തിക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡും ന്യൂട്രിയൻസും എല്ലാം കൂടി ഈ പ്രോപ്പർ ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് വളരെ എളുപ്പത്തിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ പറയുന്ന പോസ്റ്റേഴ്സിലേക്ക് എത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ജാനു ശീർഷാസൻ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് റൈറ്റ് ലെഗ് ബെൻഡ് ചെയ്ത് മാറ്റിലേക്ക് ഇങ്ങനെ സൈഡിലേക്ക് കിടത്തി വെക്കാം. ബ്രീത്ത് ഇൻ ചെയ്യുക, സ്പൈൻ നിവർത്തി. എക്സ്ഹേൽ ചെയ്യുന്നതോടൊപ്പം ഫോർവേഡ് ഫോൾഡ് ചെയ്യാം. തല കുനിച്ച് വെക്കാം. സ്ലൈറ്റ്ലി ഒരു 5 ചെയ്യാം. ബ്രീത്ത് മിനിമം 5 to 10 ബ്രീത്ത്സ് ഇൻ ദിസ് പോസ്ചർ. ഇൻഹേൽ ചെയ്യാം, തിരിച്ചു വരാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വക്രാസനാണ്. അതിനായിട്ട് റൈറ്റ് ലെഗ് ഇതേപോലെ ബെൻഡ് ചെയ്യാം. നടുവ് പരമാവധി നിവർത്തി വെക്കാം. റൈറ്റ് ഹാൻഡ് ബാക്കിലേക്ക് വെക്കാം. ഇൻഹേൽ ചെയ്യുക, ലെഫ്റ്റ് ഹാൻഡ് സ്ട്രെച്ച് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്ത് ലെഫ്റ്റ് എൽബോ റൈറ്റ് നീയുടെ പുറത്തേക്ക് വെക്കുക. പരമാവധി ഷോൾഡേഴ്സ് ബാക്കിലേക്ക് തിരിച്ചുകൊണ്ട് ബാക്കിലേക്ക് നോക്കി വെക്കാം. 5 breathing normally in this posture. അതിനുശേഷം ഇൻഹേൽ ചെയ്യുക, നേരെ തിരികെ വരിക, കാല് സ്ട്രെച്ച് ചെയ്ത് വയ്ക്കുക. ഇനി മാലാസൻ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് നമുക്ക് ലെഗ്സ് ഹിപ്പ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വെക്കാം. 2 ടോസും ഡയഗണലി പോയിന്റിങ് ഔട്ട് ചെയ്തായിട്ട് ഇരിക്കണം. പാംസ് നേരെ ജോയിൻ ചെയ്ത് ബ്രീത്ത് ഇൻ ചെയ്യുക. ഇനി എക്സേൽ ചെയ്യുമ്പോൾ നേരെ ഹിപ്സ് താഴത്തേക്ക് പരമാവധി താഴത്തേക്ക് എത്തിക്കാനായി ശ്രമിക്കുക. ചെസ്റ്റൊക്കെ നിവർത്തി ഒരു 5 മുതൽ 10 ബ്രീത്തിങ് വരെ ഈ പോസ്ചറിൽ ആയിരിക്കാം. അതിനുശേഷം ഇൻഹേൽ ചെയ്യുക, നേരെ നിവർന്ന് എഴുന്നേറ്റ് വരാം.